വിശാലമായി കൊണ്ട് സംവദിക്കാനുള്ള അവസരമില്ല. നമ്മുടെ ഈ മജ്‌ലിസിൻ്റെ തബറുക്കിന് വേണ്ടി മാത്രം ഒരൽപ്പം വിഷയം മാത്രം ഒന്ന് സംസാരിച്ചുകൊണ്ട് നേരെ ദുആയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കാമിനെ കുറിച്ചും ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റൊക്കെയും നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഈ ദിവസങ്ങളിലായി കൊണ്ട് ഇവിടെ നടന്ന പരിപാടികൾ ഈ ഉറൂസിനു വേണ്ടി സാമ്പത്തികമായി കൊണ്ട് സഹായിച്ചവർ, ശാരീരികമായി കൊണ്ട് സഹകരിച്ചവർ, മാനസികമായി വല്ല ഒത്താശയും ചെയ്തവർ, അവർക്ക് വേണ്ടി ദുആയിരക്കുക എന്നുള്ളതാണ് നമ്മുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം. അതിൻ്റെ മുമ്പ് തബറുക്കിന് വേണ്ടി മാത്രം, പ്രത്യേകിച്ചും നമ്മുടെ ഈ മജ്‌ലിസ് കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളൊരു തോന്നലും, അതുകൊണ്ട് ആമുഖ പ്രസംഗങ്ങളൊന്നും പറയാതെ എൻ്റെ വന്യരായ ഉസ്താദ് ശൈഖുന മാണിയൊരു ഉസ്താദ് സാധാരണ പറയാറുണ്ട്, നസീഹത്ത് മൻഫഅത്തുള്ളതാവണം, ഉപകാരമുള്ളതാവണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നോ രണ്ടോ വിഷയം മാത്രം ഇൻഷാ അല്ലാഹ് സംവദിച്ചിട്ട് നമുക്ക് ദുആയിരുന്നിട്ട് പിരിയണം. രാജാതിരാജനായ റബ്ബിലേക്ക് നമുക്ക് കൈകൾ ഉയർത്തണം. അള്ളാഹുവിനോട് നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് ചോദിച്ചു വാങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സർവസാധാരണയായി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങൾ, ആ പാപത്തിൻ്റെ ആധിക്യം കാരണം അതിൻ്റെ ഗൗരവം നമ്മൾ അറിയാതെ പോവാറുണ്ട്. സാധാരണയായി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അതല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതാണ്. ആ പാപത്തിൻ്റെ ആധിക്യം കാരണം അതിൻ്റെ ഗൗരവം നമ്മൾ അറിയാതെ പോകുന്ന ചില വിഷയങ്ങൾ. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഭാഗത്തിനെ കുറിച്ച് പറയുന്നു, ഇന്നാലിന്ന വിഭാഗത്തിൻ്റെ ഇന്നാലിന്ന ഭാഗം നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ വിഭാഗത്തിനെ കുറിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നാലിന്ന വിഭാഗത്തിലേക്ക് ഞാൻ നാളെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. ആരംഭ റസൂല് തങ്ങൾ അവൻ്റെ ആ ഭാഗം നരകത്തിലാണെന്ന് പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു തആല അവനിലേക്ക് ഞാൻ നാളെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂലെന്ന് പറഞ്ഞതും ഒരേ വിഭാഗത്തിനെ തന്നെയാണ്. നമ്മുടെ ഇബാദത്ത് കൊണ്ട് മാത്രം, നമ്മുടെ അമല് കൊണ്ട് മാത്രം നമുക്ക് ആഖിറം സ്വർഗം പുൽകാൻ നമുക്ക് സാധ്യമല്ല. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഇബാദത്തിലായി ജീവിച്ചിരുന്നവരാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ രക്ഷപ്പെടൂലെന്ന് പറയുമ്പോൾ ആ ആഖിറത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂലെന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ദുനിയാവിൽ നല്ല നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂലെന്ന് പറയുമ്പോൾ ആ റഹ്മത്തിൻ്റെ നോട്ടം കൊണ്ടല്ലാതെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമല്ലെന്ന് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറയാണ്, ഇന്നാലിന്ന വിഭാഗത്തിലേക്ക് ഞാൻ നാളെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂല. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മഹാന്മാരായ സ്വഹാബികളോട് പറയുന്നുണ്ട്, സ്വഹാബാ, അള്ളാന്റെ റഹ്മത്തില്ലാതെ ഒരാൾ പോലും സ്വർഗത്തിൽ കടക്കൂല സ്വഹാബാ. ആ സമയത്താണ് സ്വഹാബികൾ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണ് നബിയേ? ഏത് നബിയോടാണിത് ചോദിക്കുന്നതെന്നറിയുമോ? ഈ സ്വർഗത്തിന്റെ ഉദ്ഘാടകനും നബി തങ്ങൾ തന്നെയാണ്. ഈ സ്വർഗം പടച്ചത് തന്നെ മുസ്തഫായ നബി തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ നബിയോടാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണ് നബിയേ? അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, ഞാനായാലും അള്ളാന്റെ റഹ്മത്തില്ലാതെ രക്ഷപ്പെടൂല. അള്ളാന്റെ റസൂല് പോലും റഹ്മത്തില്ലാതെ രക്ഷപ്പെടൂലെന്ന് പറയുമ്പോ അള്ളാ റഹ്മത്തിന്റെ നോട്ടം നോക്കാത്ത വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ മഹ്ശറ എന്ന് പറയുന്ന ലോകം നമ്മൾ മാത്രമല്ല, ജിന്നുവർഗം മാത്രമല്ല, അള്ളാ പടച്ച എന്തുണ്ടോ അത് മുഴുവനും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഒന്നിനും കൊള്ളാത്ത ചപ്പ് ചണ്ടികളായ നമ്മൾ മാത്രമല്ല, മഹാന്മാര് പോലും ബേജാറാകുന്ന ലോകമാണ് മഹ്ശറ. അതുകൊണ്ടാണല്ലോ ആദം നബിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ടൊന്ന് ഹിസാബിനെടുക്കാൻ വേണ്ടി പറയുമ്പോ ആദം നബി പോലും പറയും, യാ അല്ലാഹ്, നീ കഴിക്കണ്ടെന്ന് പറഞ്ഞ ഭക്ഷണം ഞാൻ അറിയാതെ കഴിച്ചു പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ എൻ്റെ ആഖിറം എന്താകുമല്ലാഹ് എന്നാദൻ നബി പോലും വലിയ ബേജാറിലാണ്. മഹാനായ മൂസാ നബിയോട് പോയിക്കൊണ്ട് പറയുമ്പോ മൂസാ നബി പറയും, രണ്ട് മനുഷ്യന്മാര് തമ്മിൽ ശണ്ട കൂടിയപ്പോ അവര് രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരു കിബിത്തി മരിച്ചു പോയിട്ടുണ്ടല്ലോ അല്ലാഹ്, അയാളുടെ കാര്യത്തിൽ എൻ്റെ ആഖിറം എന്താകുമല്ലാഹ് എന്ന് നബിമാര് പോലും ബേജാറില്ല. ആ ലോകത്തല്ല നാളെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂലെന്ന് പറയുമ്പോ അവനിക്ക് പിന്നെ സ്വർഗം എന്നുള്ളത് അന്യമാണ്. മഹ്ശറയുടെ ഭീകരത എന്ന് പറയുന്നത് അത്ര വലുതാണ്. ആ ലോകത്തല്ല റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പരാജയമാണ്. മഹ്ശറയുടെ ഗൗരവം അറിയണമെങ്കിൽ ഒരൊറ്റൊരു ചരിത്രം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ, നാളെ നമ്മൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിൽ പോലും ഒരു നൂലിന്റെ ബന്ധമില്ല ആയിഷ, ഒരാൾ പോലും വസ്ത്രം ധരിക്കൂല ആയിഷ. ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുകയാണ്, ഇത് അള്ളാന്റെ റസൂലിന്റെ ഭാര്യയുടെ സങ്കടമാ? അള്ളാന്റെ റസൂലിനോട് സങ്കടം ചോദിക്കുകയാ, പരസ്പരം ഔറത്ത് കാണൂല നബിയേ, ഒരാൾ പോലും വസ്ത്രം ധരിക്കൂല എന്നാണ്. ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ, നമ്മുടെ ഉമ്മമാരെ പോലെ, പെങ്ങന്മാരെ പോലെയുള്ള പെണ്ണുങ്ങളല്ല. ലോകത്തിന്റെ നായകന്റെ ഭാര്യയാണ് ആയിഷ ബീവി. ദുനിയാവിലും നാളെ സ്വർഗത്തിലും അള്ളാഹുവിന്റെ കൂട്ടുകാരന്റെ മകളാണ് മഹദിയായ ആയിഷ ബീവി. ആ ആയിഷ ബീവിയുടെ സങ്കടമാണ്, യാ റസൂലല്ലാഹ്, പരസ്പരം ഔറത്ത് കാണൂല നബിയേ. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, ഒരാള് പോലും പരസ്പരം ഔറത്ത് കാണൂല ആയിഷ. അവിടെ അന്ധന്മാരായത് കൊണ്ടല്ല, അവിടെ കണ്ണ് കാണാത്തത് കൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറയുള്ളത് കൊണ്ടല്ല, ആ മഹ്ശറയുടെ ഭയാനകത കൊണ്ട് ഒരാള് പോലും ഔറത്തിലേക്ക് നോക്കൂല ആയിഷ. ഈ ഭയാനകരമായ മഹ്ശറയിൽ അല്ലാഹ് റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആഖിറം എങ്ങനെ രക്ഷപ്പെടും? മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടുവോ? അല്ലാഹ് റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടുവോ?
നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെന്താ, രക്ഷപ്പെടുവോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂലെന്ന് പറഞ്ഞ മുസ്തഫായ നബി തങ്ങൾ അവന്റെ ആ ഭാഗത്തിൽ അവന്റെ ആ ഭാഗം നരകത്തിലാണെന്ന് പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറൂലേ? ഞാൻ ചോദിക്കുന്നതിന് വിഷമമുണ്ട. നിങ്ങളിത് വയലായിട്ട് കാണണ്ട, നമ്മൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ആ ഭാഗം നരകത്തിലാണെന്ന് പറഞ്ഞ, അല്ലാഹ് നാളെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂലെന്ന് പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിലും മാറൂലേ? നിങ്ങൾ ചോദിക്കുന്നതിന് പ്രശ്നമില്ലാന്നും പറയുന്നു, മറുപടിയും പറയുന്നില്ലല്ലോ. മാറൂലേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് തെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഓ ഇത്രയെല്ലാം വലിയ കാര്യമായിട്ട് തങ്ങൾ പറഞ്ഞ ഇതന്നെയാണ് തോന്നിപ്പോകും. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആരെങ്കിലും കിബറോടുകൂടി അഹങ്കാരത്തോടുകൂടി നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിച്ചാൽ അവന്റെ ആ ഭാഗം നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ. അതേ വിഭാഗത്തിനെ കുറിച്ച് തന്നെ അള്ളാഹ് പറയുന്നു, ആരാണോ അഹങ്കാരത്തോടുകൂടി കിബറോടുകൂടി നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്നത് അവനിലേക്ക് ഞാൻ നാളെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂലെന്ന് പറയുമ്പോ ആ പാപത്തിന്റെ ആധിക്യം കാരണം അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. രാജാതിരാജനായ റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട വിഷയമാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ദുആ കഴിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോ നമ്മുടെ വസ്ത്രം അത് നെരിയാണിയുടെ മുകളിലേക്ക് കയറണം. പിന്നെ മരിക്കുന്നത് വരെ താണു പോകാൻ വേണ്ടി പാടില്ല. നെരിയാണിയുടെ താഴെ കിബറോടുകൂടി വസ്ത്രം ധരിക്കൽ കറാഹത്തല്ലേ? അല്ലേ? നമ്മൾ എത്ര പെട്ടെന്നാ പാസ്സാക്കിയത്? തനിച്ച ഹറാമാണ്, തനിച്ച ഹറാമാണ്. കിബറോടുകൂടിയാകുമ്പോ, അഹങ്കാരത്തോടുകൂടിയാകുമ്പോ നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കലത് ഹറാമാണ്. ഇത്ര കാലം നമ്മൾ അതിന്റെ ഗൗരവം അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ വസ്ത്രം താവാൻ വേണ്ടി പാടില്ല. ഇനി നാളെ ഏതെങ്കിലും ഒരുത്തൻ നെരിയാണിന്റെ താഴെ ഉടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇന്നലെ തങ്ങ പറഞ്ഞ നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചെങ്കിൽ ഓൻ പറയും, തങ്ങ പറഞ്ഞ കിബറോട് കൂടിയിട്ട് ഉടുത്തെങ്കിൽ എനിക്ക് കിബറൊന്നുമില്ല, ഞാനിങ്ങനെ ഉടുക്കുന്നേ ഉള്ളൂ. കിബർ എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ്ക്ക് ഇഷ്ടമല്ലെന്നറിഞ്ഞു, നബിത്തങ്ങൾക്ക് പൊരുത്തമല്ലെന്നറിഞ്ഞു, തെറ്റാണെന്നറിഞ്ഞു, എന്നിട്ട് നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കൽ തന്നെയാണ് കിബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട വിഷയമാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട വിഷയമാ. അല്ലാഹുവേ, ഇത്ര കാലം അതിന്റെ ഗൗരവം ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലാ, ഇനി അതിലേക്ക് മടങ്ങൂലെന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ വസ്ത്രം താഴെ പോവാൻ വേണ്ടി പാടില്ല. നെരിയാണിയുടെ താഴെ എന്ന് പറയുമ്പോ കള്ളുകുടിയന്മാർ ഉടുക്കുന്നത് പോലെ നിലത്തുകൂടെ വലിച്ചിട്ട് ഉടുക്കല് മാത്രമല്ല, നമ്മുടെ നെരിയാണി, കാലിന് നെരിയാണി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, എന്താ ഇവിടെ പറയാ? മണികണ്ഠൻ, നിങ്ങൾക്ക് മനസ്സിലായിനല്ലേ? അത് മതി. അതിന്റെ താഴെ വരാൻ വേണ്ടി പാടില്ല. അത് തുണി മാത്രമല്ല, അത് കമീസ് മാത്രമല്ല, പേന്റായാലും ഏത് വസ്ത്രമായാലും നെരിയാണിയുടെ താഴെ വരാൻ വേണ്ടി പാടില്ല. നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. താവാൻ വേണ്ടി പാടില്ല. ഇനി മേലോട്ട് പോകാൻ പറ്റുമോ? മേലോട്ട് പൊന്താൻ വേണ്ടി പറ്റുമോ? ഞാൻ നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു കുട്ടി കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഔറത്ത് എവിടെ? മുട്ടുപൊക്കിളിന്റെ ഇടയിൽ. അത് മറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കളിക്കാൻ ആരൊക്കെയുണ്ട്? 1ാം ക്ലാസ് പഠിക്കുന്ന ഇന്നാലിന്നോരെ ബാപ്പാവുണ്ട്. അപ്പൊ ഇത് കുട്ടികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. കളിക്കുമ്പം ധരിക്കുന്ന സാധനമില്ല മോൻ, ഇത്രക്കുള്ള എന്താ അതിന്റെ പേരെന്താ? ഇത്രക്കുള്ള സാധനമില്ലേ മുട്ടിന്റെ മീത്തയില്ലേ? എന്താ അതിന്റെ പേര്?
എന്താ അപ്പൊ നിങ്ങൾ എന്താ മോനെ പേര്? ബർമുഡയെല്ലാം പണ്ട് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലേ? നല്ലോണം ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഈ ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള കളി സാധാരണയായി കൊണ്ട് കളി നമുക്ക് ഒറ്റയടിക്ക് പാടില്ല എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല. എനിക്ക് നിസ്കരിക്കാനുള്ള ആരോഗ്യം വേണമെന്നുള്ള നിയത്തോടൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. മോണിറ്റർ ഓഫാക്കിയ വേണ്ട, നല്ലോണം അടുത്താണ്ട് അടിക്കുന്നത് ശരി, ഫുൾ ഓഫാക്കി. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട? പറഞ്ഞു തിരിയുന്നുണ്ട? എനിക്ക് നിസ്കരിക്കാനുള്ള ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം വേണമെന്നുള്ള നിയത്തോടെ കളിക്കാനൊക്കെ പറ്റും. എന്നാൽ ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള കളി പാടില്ല. ഇത് കുട്ടികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. പ്രായം തികഞ്ഞ ചെറുപ്പക്കാര് കളിക്കുമ്പോഴും ഈ രൂപത്തിൽ തന്നെയാണ്. നമ്മുടെ ഔറത്ത് വെളിവാക്കല് തെറ്റല്ലേ, കുറ്റമല്ലേ? അതുകൊണ്ട് ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കളിക്കാനുള്ള വസ്ത്രം വാങ്ങുമ്പോ മുട്ട് മറയുന്നത് കോലത്തിലുള്ള വസ്ത്രം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഉറങ്ങുന്ന സമയത്ത് ഷോർട്സും ധരിച്ചുകൊണ്ടുള്ള ഉറക്കുണ്ടല്ലോ, അത് പാടുണ്ടോ പാടില്ലേ എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ സംസ്കാരമല്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് കളിക്കുമ്പോഴായാലും, അത് മാത്രമല്ല എന്തിന്റെ പേരിലായാലും ഔറത്ത് കാണിക്കാൻ വേണ്ടി വകുപ്പില്ല. ഇത് കുട്ടികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഷോർട്സും ധരിച്ചിട്ട് നീ വീട്ടിലെ ടൗണിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാര് പോവോ? ഷോർട്സ് ഇട്ടിട്ട് വീട്ടിലത്തേക്ക് പോയിട്ട് വാന്ന് പറഞ്ഞാൽ പോവോ? ഒരു 500 തരാന്ന് പറഞ്ഞാൽ പോവോ? എന്നാൽ ഇന്നോ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഷോർട്സും ധരിച്ചുകൊണ്ട് ടൗണിലേക്ക് പോകൽ നാണക്കേടാണെങ്കിൽ, മോശമാണെങ്കിൽ, ഇന്ന് ഷോർട്സും ധരിച്ചുകൊണ്ട് സമൂഹത്തിലേക്കിടയിലേക്ക് ഇറങ്ങലൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞുകൊണ്ട് മടങ്ങുമ്പോ പാതിരാ സമയത്ത് പെട്ടിക്കടകളിൽ ഷോർട്സും ധരിച്ചുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ ഇറങ്ങുന്നത്. എന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔറത്ത് കാണിക്കുന്നതിന്റെ മാത്രമല്ല, ആരൊക്കെയാണോ കാണുന്നത് ആ കാണുന്നതിന്റെ പാപം കൂടെ നമ്മൾ പേറേണ്ടി വരും. അല്ലാഹുവേ, നമുക്ക് നീ നല്ല ബോധം നൽകണമല്ലോ. എന്ത് ട്രെൻഡിന്റെ പേരിലായാലും ശരി, എന്ത് ട്രെൻഡിന്റെ പേരിലായാലും ശരി, ഔറത്ത് കാണിക്കാൻ വകുപ്പില്ല. അത് കുട്ടികൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിനെയും ഒരുപോലെ ബാധിക്കുകയാണ്. ഇനി പ്രായമുള്ള മനുഷ്യന്മാര് മാടിക്കെട്ടലുണ്ടല്ലോ. എന്താ കച്ചകെട്ട്? എന്താ ഇവിടെ പറയാ? കച്ചകെട്ടാന്ന് പറഞ്ഞാൽ അറിയോ? 40 വയസ്സുള്ള മനുഷ്യന്മാർ, ഇത് ഓണായിക്കോ, വല്ലാണ്ട് വലിയ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട? കച്ചകെട്ട് 40 വയസ്സുള്ള മനുഷ്യന്മാരൊന്ന് മാന്യമായിട്ട് മാടിക്കെട്ടു അല്ലേ? 50 വയസ്സായാൽ അതൊന്നും കൂടെ കേറും. 60 പിന്നെയും കേറും. 70 പറയന്നെ വേണ്ട. അല്ലേ? പ്രായമുള്ളവര് പള്ളിയുടെ ഹൗദിലേക്ക് വരുമ്പോ എങ്ങനെയാ വരിക? തുണിയുടെ ഒരു കോന്തല പിടിച്ചിട്ട് കക്ഷത്തിലിറുക്കും. അതല്ലെങ്കിൽ കടിച്ചു പിടിക്കും. ഈ കക്ഷത്തിലിറുക്കിയ ഏടുത്തോളം കാണൂന്ന് പറയേണ്ടതുണ്ടാ? ഞാനിത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയല്ല, അല്ലേ? അങ്ങനല്ലേ? അള്ളാന്റെ പള്ളിയിലേക്ക് പോലും വരുമ്പോ കാണിക്കാൻ വേണ്ടി പാടില്ലാത്ത ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള വരവുണ്ടല്ലോ. കണ്ടാൽ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഔറത്ത് മാത്രമല്ല, യുവാക്കളുടെ ഔറത്ത് മാത്രമല്ല, കണ്ടാൽ ആഗ്രഹിക്കാത്ത ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ള പ്രായമുള്ളവരുടേതായാലും ഔറത്ത് കാണിക്കാൻ വകുപ്പില്ല. അത് എന്തിന്റെ പേരിലായാലും അങ്ങനെ തന്നെ. ഔറത്ത് കാണിക്കുന്ന വിഷയം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചെറിയ കണ്ടാൽ ആഗ്രഹിക്കുന്ന യുവാക്കളുടെ ഭംഗിയുള്ളവരുടെ ഔറത്ത് മാത്രമല്ല,
കണ്ടാൽ ഒരാൾ പോലും നോക്കാത്തതുപോലെയുള്ള വയസ്സന്റെ ഔറത്തായാലും നമ്മൾ വെളിവാക്കാൻ വേണ്ടി പാടില്ല. അത് തെറ്റാണ്, കുറ്റമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നീട്ടണ നിങ്ങൾക്ക് എന്താ നീട്ടാൻ പറയുന്നത്? നിങ്ങൾക്ക് അല്ലേ? എനിക്ക് ഇനി ഒരു 100 കിലോമീറ്റർ ഓടണം കുന്നുംകൈയിലേക്ക്. ഒരു വിഷയം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഒരൊറ്റൊരു വിഷയം മാത്രം. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇന്ന വിഭാഗത്തിനെ ബഹുമാനിക്കൽ എന്നെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ വിഭാഗം ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുടി നരച്ച മനുഷ്യന്മാർ, മുടി വെളുത്ത മനുഷ്യന്മാരെ ബഹുമാനിക്കൽ എന്നെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണെന്ന് അള്ളാഹ് പരിചയപ്പെടുത്താണ്. എന്നാൽ ഇന്ന് മുടി വെളുക്കലുണ്ടോ? നിങ്ങൾ എന്താ അപ്പൊ ഇങ്ങനെ? മുടി വെളുക്കലുണ്ടാ? വെളുക്കലുണ്ട്, പക്ഷെ കാണലില്ല. അല്ലേ? ഞാൻ പറയുന്ന മുടി കറുപ്പിച്ച മനുഷ്യന്മാര് പള്ളിയിൽ താമസിക്കല് ഹറാമാണ്. മുടി കറുപ്പിച്ച മനുഷ്യന്മാര് നിസ്കരിക്കല് ഹറാമാണ്. മുടി കറുപ്പിച്ച മനുഷ്യന്മാര് ഖുർആൻ ഓതല് ഹറാമാണ്. മുടി കറുപ്പിച്ച മനുഷ്യന്മാര് തവാഫ് ചെയ്യല് ഹറാമാണ്. അപ്പം പറയും, തങ്ങളെ ഞാൻ കുറെ കാലമായി വയല് കേൾക്കുന്നു, പക്ഷെ ആരും നിസ്കരിക്കല് ഹറാമ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മദ്ഹബിൽ അതിന്റെ വിധി എന്തെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഹറാമാണ് മുടി കറുപ്പിക്കുക എന്നുള്ളത്. ബാക്കി 3 മദ്ഹബുകളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ അതിന്റെ വിധി എന്താണ് എന്നല്ല ഞാൻ പറയുന്നത്. മുടി കറുപ്പിച്ച മനുഷ്യന്മാർ നിസ്കരിക്കല്, ഖുർആനോദല്, പള്ളിയിൽ താമസിക്കല് ഹറാമാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. നാളെ പള്ളിയിൽ കയറുമ്പോൾ പായിച്ചണ്ട. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് കൂടെ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മുടി കറുപ്പിച്ചു കഴിഞ്ഞാൽ ആ മുടി കറുപ്പിച്ച മനുഷ്യന് വലിയ ശുദ്ധി ഉണ്ടാവൂലേ? ഭാര്യയുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോ അതല്ല വല്ല വിധത്തിലും ഇൻസാൽ ഉണ്ടായാൽ കുളി നിർബന്ധമല്ലേ? കുളി നിർബന്ധമായാൽ കുളിയുടെ ഫർള് എന്താണ്? ശരീരം മുഴുവനും വെള്ളത്തണ്ടേ? കുളിക്കുമ്പോ ശരീരം മുഴുവനും വെള്ളത്തിയാൽ മാത്രമേ ആ കുളി ശരിയാകൂ എന്നാണ്. ഇത് എന്റെ നേരെ തിരിച്ചു വെക്കാൻ പറ്റുമോ? ഇത് ഒരു സൈഡിൽ തന്നെ ആയതുകൊണ്ടാണ്. ഇത് ഈ സൈഡ് വെക്കാണ്ട് പറ്റുമോ? നിങ്ങൾ ബേജാറാക്കിയണ്ട, മൈക്ക് നല്ല ഉഷാർ തന്നെയാണ്. അത് നേരത്തെ സ്ഥലം മാറിയല്ലോ. നമ്മ പൊരന്റെ കന്നിമൂല നോക്കലില്ലേ? അത് മാറുമ്പോഴുള്ള പ്രശ്നമാണ്. ഇതും കൂടെ തിരിച്ചു വെച്ചു. എന്താ പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞെന്താ? കുളിക്കുന്ന സമയത്ത് കുളി ശരിയാകണമെങ്കിൽ എന്താവണം? ഇതോണില്ല. കുളി ശരിയാകണമെങ്കിൽ എന്താവണം? നിങ്ങൾ എന്താപ്പാ? ശരീരം മുഴുവനും വെള്ളമെത്തണം. എന്നാ മുടി കറുപ്പിച്ച മനുഷ്യന്റെ തലയിൽ വെള്ളം കൊള്ളോ? മുടി കറുപ്പിച്ച മനുഷ്യന്മാര് ഭാര്യയുമായി ബന്ധപ്പെടുകയാണ്, വല്ല വിധത്തിലും ഇൻസാൽ ഉണ്ടാവുകയാണ്. ഈ ഇൻസാൽ ഉണ്ടായ മനുഷ്യന് കുളിക്കുമ്പോ അവന്റെ തലക്ക് വെള്ളം തട്ടാതിരിക്കുമ്പോ അവന്റെ കുളി ശരിയാവോ? കുളി ശരിയല്ലാതിരിക്കുമ്പോ അവൻ സദാസമയവും വലിയ ശുദ്ധിക്കാരനല്ലേ? വലിയ ശുദ്ധിക്കാരൻ നിസ്കരിക്കല് ഹറാമല്ലേ? വലിയ ശുദ്ധിക്കാരന് ഖുർആനോദല് ഹറാമല്ലേ? വലിയ ശുദ്ധിക്കാരന് പള്ളിയിൽ താമസിക്കല് ഹറാമല്ലേ? വലിയ ശുദ്ധിക്കാരന് തവാഫ് ചെയ്യല് ഹറാമല്ലേ? അപ്പം പറയും, ഞാൻ തേക്കുന്ന സാധനം വെള്ളം തട്ടലുണ്ട്. ആര് പറഞ്ഞു? ഒരു ഫാത്തി ഓതിയ 3 ആയത്തേ ഉണ്ടോ ബംഗാളിക്ക്? ഓനോട് ചോദിക്കും വെള്ളം തട്ടുവോ? ഓനിക്ക് പൈസ കിട്ടിയല്ലേ വേണ്ട. ഓൻ പറയും വെള്ളം തട്ടുവോ? എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ അവിടെയുള്ളവനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ കറുപ്പിക്കുന്ന സാധനം തേച്ചാൽ മുടിക്ക് വെള്ളം തട്ടുമോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് വെള്ളം തട്ടൂലാന്ന്. ഇതൊരു കോട്ടിങ് പോലെയുള്ള സാധനമാണ്, വെള്ളം തട്ടൂലാന്ന്. ഈ സാധനം കൊണ്ട് നമ്മൾ കറുപ്പിക്കുമ്പോ നമ്മുടെ കുളി ശരിയല്ലെങ്കിൽ നിസ്കരിക്കൽ ഹറാമാവൂലേ? എത്ര ഗൗരവമുള്ള വിഷയമാണ്.
എത്ര ഗൗരവമുള്ള വിഷയമാണ് മുഅ്മിനീങ്ങളെ. ഇത് പ്രായമുള്ളവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? ഒരു നാള് ഞാൻ ബാർബർ ഷോപ്പിൽ പോയപ്പോ എൻ്റെ കൂടെ പഠിക്കുന്നവൻ, ഈ സാധനങ്ങളിലൂടെ ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ കൂടെ പഠിക്കുന്നവൻ, ഓനും എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന മറ്റു ചങ്ങായിമാരും ബാർബർ ഷോപ്പിലേക്ക് വന്നു. ഓൻ്റെ കല്യാണാണ് നാളെ. എന്നിട്ട് കറുത്ത താടിയുടെ മുകളിൽ വീണ്ടും കറുപ്പ് കൊടുക്കുകയാണ്. കറുപ്പ് താടിയുടെ മുകളിൽ വീണ്ടും കറുപ്പ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? കല്യാണ ചെക്കനെ കാണുമ്പോ ഒരു ചൊങ്ക് കിട്ടാൻ, കല്യാണ ചെക്കനെ ഫോട്ടോ എടുക്കുമ്പോ ഒരു രസം കിട്ടാൻ കറുത്ത താടിയുടെ മുകളിൽ വീണ്ടും കറുപ്പ് കൊടുക്കുകയാണ്. ഞാൻ ഓനോട് പറഞ്ഞു, കറുപ്പിക്കണ്ട, വലിയ ശുദ്ധി ഉണ്ടാകും, നിന്റെ കുളി ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ ഓൻ പറഞ്ഞു, തങ്ങളെ ഇന്ന് മാത്രം ഇനി ഞാൻ കറുപ്പിക്കൂല. അപ്പോൾ ഇത് നരച്ചവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. എന്റെ മുഅ്മിനീങ്ങളെ, ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കാതിരിക്കൽ ഹറാമാണെന്നല്ല പറയുന്നത്, നിസ്കരിക്കൽ ഹറാമാണെന്നാണ്. അതുകൊണ്ട് ഇതുവരെ കറുപ്പിച്ചവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ആ കറുപ്പിച്ച തല നമ്മൾ മുണ്ടനം ചെയ്യണം. എന്നിട്ട് രാജാതിരാജനായ റബ്ബിനോട് പറയണമല്ലോ, ഞാൻ അറിയാതെ കറുപ്പിച്ചു പോയിട്ടുണ്ടല്ലോ. തങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം അറിഞ്ഞത്. ഇനി ഞാൻ ജീവിതത്തിൽ കറുപ്പിക്കൂല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട വിഷയമാണ്. എന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര മനുഷ്യന്മാരാണ് ഈ കോലത്തിൽ മരിച്ചുപോയത്. അത് മാത്രമല്ല, ഒരു ദിവസം ജുമുഅ കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് എൻ്റെ നല്ല പരിചയമുള്ള ഒരാൾ വന്നു. അത്യാവശ്യം മുടിയും താടിയും ഒക്കെ വെളുത്ത മനുഷ്യനാണ്. അയാളെ മുടിയും താടിയൊക്കെ കറുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നീ കറുപ്പിച്ചിനോന്ന് ചോദിച്ചു. നിങ്ങൾ കറുപ്പിച്ചിനോന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, തങ്ങളെ ഇത് പ്രശ്നമില്ല, ഇതുകൊണ്ട് കറുപ്പിക്കുന്നത് പ്രശ്നമല്ല. ഞാൻ ചോദിച്ചു എന്തേ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഇത് ബ്ലാക്ക് മെഹന്തി. ബ്ലാക്ക് മെഹന്തി അറിയില്ലേ? മനസ്സിലായ? ഒരു 4-5 കൊല്ലം മുമ്പ് മൈലാഞ്ചി ഇട്ടാ കറുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മൈലാഞ്ചി ഇട്ടാ എന്താവും? അപ്പം ബ്ലാക്ക് മെഹന്തി എന്ന് പറയുന്ന സാധനം തനി കെമിക്കലല്ലേ? എന്തോമന പേരിട്ടുകൊണ്ട് വിളിച്ചാലും ശരി, വെള്ളം തട്ടാത്ത സാധനം കൊണ്ടാണ് നമ്മൾ കറുപ്പിച്ചതെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയല്ല, നമ്മുടെ നിസ്കാരം ഹറാമാണ്, നമ്മുടെ ഓത്ത് ഹറാമാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കറുപ്പിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ പേരക്കുട്ടിയുടെ കല്യാണത്തിന് 2-3 മുടി, അത് ഒന്നായാലും പറ്റൂല. നമ്മൾ ഈ വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി മരിക്കുന്നത് വരെ നമ്മുടെ വസ്ത്രം നെരിയാണിയുടെ താഴെ പോവോ? ഒന്നില്ലാന്ന് പറ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഇനി ആരെങ്കിലും കറുപ്പിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിന്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. കറുപ്പിച്ചിനേക്കാളും വലിയ തെറ്റായിപ്പോ. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ എന്താക്കുക? കറുപ്പിക്കാതെ ശ്രദ്ധിക്കുക. കറുപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പാപം നമ്മൾ വാങ്ങേണ്ടി വരും. ഇത്ര കാലം ചിലപ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അള്ളാഹ്, നമുക്കങ്ങനെ മുടി വെളുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തിട്ട് തന്നെ നടക്കണമെന്നൊന്നുമില്ല, ചോപ്പിക്കാൻ വേണ്ടി പറ്റുമല്ലോ. സിദ്ദീഖ് തങ്ങളുടെ ബാപ്പ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കാണുമ്പോൾ എന്തോ ഒരു അഭംഗിയുണ്ട്, നിങ്ങൾ പോയിട്ട് ചോപ്പിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു സിദ്ദീഖ് തങ്ങളുടെ ബാപ്പാന്. അപ്പൊ മുടി ചോപ്പിക്കുന്നതിന്റെ വിധി എന്താ? മുടി ചോപ്പിക്കുന്ന ഇവർ വിധി പറയാൻ പേടിയായി. നേരത്തെ കറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്താണ്. മാഷാ അല്ലാഹ്, മബ്റൂക്ക്, സുന്നത്താണ്. മുടി ചോപ്പിക്കൽ സുന്നത്താണെങ്കിലും വെള്ളം തട്ടാത്ത സാധനം കൊണ്ട് ചോപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ശ്രദ്ധിക്കണം. മുടി ചോപ്പിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് കെമിക്കൽ ഇട്ടിട്ട് അടിച്ചെങ്കിൽ പിന്നെ വെള്ളം തട്ടൂല. വെള്ളം തട്ടുന്ന മൈലാഞ്ചി പോലെയുള്ള മെഹന്തി പൊടി കെമിക്കലല്ലാത്ത സാധനങ്ങൾ കൊണ്ടെന്താക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ഇൻഷാ അള്ളാഹ് അത് ചോപ്പിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ മുഅ്മിനീങ്ങൾ ആരും കറുപ്പിച്ചു പോകരുത്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ ആഖിറം അള്ളാഹു വെളിച്ചമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ തേന് കൂടെ പെണ്ണുങ്ങളെ ഭാഗത്ത് തേൻ കൊണ്ടുപോയാ പെണ്ണുങ്ങളെ ഭാഗത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തേന് ഇവിടെ കൊടുക്കുകയാണ്. നമ്മളത് കൊണ്ടുപോകുമ്പോൾ ബഹുമാനമുള്ള സഹോദരന്മാർ ഇഖ്ലാസോടെ കേൾക്കുക. തേന് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്ന് പറഞ്ഞ സാധനമാണ് തേന്. നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടി കൊണ്ടുപോവുകയാണെങ്കിലും മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ തേന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഖൽബിലുണ്ടാവേണ്ട ഉദ്ദേശം എന്നുള്ളത് അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണോ കരുതുന്നത് അള്ളാഹു അങ്ങനെയായിരിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടൂന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അവനിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം നമ്മൾ ഇഖ്ലാസോടൊന്ന് മനസ്സറിഞ്ഞ് നമ്മളൊന്ന് കേൾക്കുക. നമുക്ക് മക്കൾ ഉണ്ടാവണമെന്നുള്ള മോഹം ഉണ്ടാകും, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകണമെന്നുള്ള മോഹം ഉണ്ടാകും, മക്കൾ നന്നാവണം, പഠിക്കണം, പരീക്ഷയ്ക്ക് ജയിക്കണമെന്തൊള്ള മോഹമൊക്കെ ഉണ്ടാകും. അതിനേക്കാളൊക്കെ പ്രധാനമായി അള്ളാഹുവേ നിൻ്റെ സ്വർഗത്തിലെ തേന് അത് കിട്ടണമെന്നുള്ള ഒരൊറ്റൊരു നീയത്ത്, നമ്മുടെ ഭൗതികമായ നീയത്ത് വേണ്ട എന്നല്ല, അതിൻ്റെ കൂടെ പ്രധാനമായി കൊണ്ട് അള്ളാഹുവേ നിൻ്റെ സ്വർഗത്തിലെ തേന് അതെനിക്ക് കിട്ടണമെന്നുള്ള ആ നീയത്തോടു കൂടിയിട്ട് കൊണ്ടുപോവുക. ഇത് എത്ര പൈസക്കാണ് ഇത് കൊടുക്കേണ്ടത്? ഇന്നിപ്പോൾ എത്ര പൈസ കൊടുക്കണ്ടേ? എത്ര പൈസക്ക് തേൻ കൊടുക്കണ്ടേ? എങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന വില 100 റുപ്യ, അടിസ്ഥാന വില 100 റുപ്യ. നിങ്ങൾക്ക് 200 ബദരീങ്ങളുടെ എണ്ണമനുസരിച്ച് 313 500 1000 നിങ്ങൾക്ക് എന്തും കൊടുക്കാം. ഇതിൻ്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 100 ആണ്. ഒന്ന് ഇഖ്ലാസോടെ നാമീം പറ, ആത്മാർത്ഥമായി യാ ഹയ്യുൽ ഖയ്യൂമ. പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുത്ത പെണ്ണുങ്ങളെ ഭാഗത്ത് കൊണ്ടയാ വേഗം കൊടുക്കും. ഒന്ന് ഇഖ്ലാസോടെ നാമീം പറ, അർഹമുർ റഹീമായ അല്ലാഹ്, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, യാ ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ നിന്റെ ഖുർആനിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞ തേന് നീ ബഹുമാനിച്ച മഹാന്മാരുടെ ചാരത്ത് ഇവിടെ കൊടുക്കുകയാണ് റഹ്മാനെ. കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മക്കൾക്ക് പഠനമില്ലാത്തവരുണ്ട്. ആ ഉദ്ദേശത്തിനേക്കാളൊക്കെ പ്രധാനമായി നിന്റെ സ്വർഗത്തിലെ തേന് അത് കിട്ടണമേ എന്നുള്ള മോഹത്തോടെ കൊണ്ടുപോകുന്നവർ, അള്ളാഹുവേ ഞാനിത് പറഞ്ഞത് നിന്നിലുള്ള വിശ്വാസമാണ് റഹ്മാനെ, ഇവരിത് കൊണ്ടുപോകുന്നത് നിന്നിലുള്ള വിശ്വാസമാണ് റഹ്മാനെ. ഇത് കൊണ്ടുപോയി ആരുടെയൊക്കെ പള്ളിയിൽ അതിൻ്റെ വല്ല അംശം എത്തുന്നുവോ അവർക്ക് നീ സ്വർഗത്തിലെത്തേന് നിർബന്ധമാക്കണേ റഹ്മാനെ, സ്വർഗത്തിലെത്തേന് നിർബന്ധമാക്കണേ റഹ്മാനെ, സ്വർഗത്തിലെത്തേന് നിർബന്ധമാക്കണേ റഹ്മാനെ, ഹൗലുൽ കൗസർ നിർബന്ധമാക്കണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകണേ റഹ്മാനെ. അവർക്കാർക്കും നീ മാരകമായ രോഗങ്ങൾ നൽകല്ലേ റഹ്മാനെ. മുതലുകളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഇത് കൊണ്ടുപോയിട്ട് കുടിക്കുമ്പോൾ ഒരു 3 നൂറുൽ ഈമാൻ. നൂറുൽ ഈമാൻ അറിയോ? നൂറുൽ ഈമാൻ ഞാൻ ഈ അടുത്ത് മന്ത്രിക്കാൻ വന്നവർക്ക് ബദരിയത്ത് എന്ന് എഴുതി കൊടുത്തപ്പോൾ പുരക്ക് എത്തിയിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു, തങ്ങളത് ഏത് സൂറത്തിലാണ്? ഇപ്പോഴും പലർക്കും ചിരി വരുന്നില്ല, കാരണം ഏത് സൂറത്തിലാണെന്ന് അറിയില്ല. ബദരിയത്ത് ഏത് സൂറത്തിലാണ് എന്ന് ചോദിക്കുന്ന കാലത്തേക്ക് നമ്മൾ എത്തി. ബദരിയത്ത് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരാണ്, മജ്ലിസുന്നൂറിലുള്ള അസ്മാകളാണ്. ഇനി നൂറുൽ ഈമാൻ ഏത് സൂറത്തിലാണെന്ന് ഉസ്താദിനെ വിളിച്ച് ചോദിക്കേണ്ട, അള്ളാഹിൻ്റെ പേരാണ്, അസ്മാഉൽ ഹുസ്നയാണ്. ആ നൂറുൽ ഈമാൻ ഒരു 3 തവണ മന്ത്രിക്കുക, ഒരു 7 ആയത്തുൽ കുർസി, 11 സ്വലാത്ത്. ഇത് ഇൻഷാ അല്ലാഹ് മന്ത്രിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നിയ്യത്തോടൊപ്പം രോഗങ്ങൾ മാറാനും മറ്റൊക്കെ കരുതാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, അങ്ങോട്ട് കൊടുത്തേക്കണം. എന്താക്കണ്ട്? ഞാൻ തന്നെ കൊടുക്കണം. എന്നാൽ ഒന്ന് എല്ലാവരും പെട്ടെന്ന് വരും, എല്ലാവരും പെട്ടെന്ന് വരി. നമ്മൾ 100-നേക്കാൾ അധികം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്
മതി, പൈസ ഇപ്പം കൊടുക്കണമെന്നില്ല, പൈസ പിന്നെ കൊടുത്താലും മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ എന്താ മണിക്കകത്ത്? ബിസ്മില്ലാ. നൂറ് മുഹമ്മദ് കൊടുത്ത ബിസ്മില്ല. ആദ്യം കമ്മിറ്റിക്ക് ബിസ്മില്ല. വരി വരി, അവിടെ ഇരിക്കുന്നവർക്ക് വേം വരി. നേരത്തെ മറ്റേത് വിളിച്ച ഉമ്മർച്ചാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും വരി, ഇത് തീരണം. അതെന്താ നിങ്ങളാരും എഴുന്നേൽക്കാത്ത? എന്താ എല്ലാവരും വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ പൈസ അവിടെ വെച്ചോ, നിങ്ങൾ കൊടുക്കാത്തവർ പിന്നെ കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25,000 കൊടുത്ത ആള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ്, തരി, ഞാൻ തരാം. ഇത് വലത്തേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് സ്കാനർ ഉണ്ട്, ഗൂഗിൾ പേയുടെ സ്കാനർ ഉണ്ട്, അങ്ങനെ സ്കാൻ ചെയ്താൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. നിങ്ങൾ വാങ്ങിച്ചാ വെച്ചാൽ മാത്രം മതി. വാങ്ങിച്ചാ നിങ്ങൾ വാങ്ങിച്ചാ. ബിസ്മില്ലാ. ഗേറ്റിന് പുറത്തുള്ള ആൾക്കാരെല്ലാം ഉള്ള പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ തുടങ്ങാൻ പോവുകയാണ്. സയ്യിദ് അവറുകൾ എല്ലാവരെയും സദസ്സിന്റെ മുമ്പാകത്തേക്ക് എല്ലാവരും വരാൻ വേണ്ടി തങ്ങൾ വിളിക്കുന്നുണ്ട്. ദുആ തുടങ്ങാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ തുടങ്ങാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദുആന്റെ കൂടിയിട്ട് നമുക്ക് പിരിയാം. അതുകൊണ്ട് എല്ലാവരും പുറത്തുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഗേറ്റിന്റെ ഉള്ളുഭാഗത്തേക്ക് വന്നിട്ട് സഹകരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് എത്ര ബോക്സ് കൊടുത്തിന്? അതൊന്നും മതിയാവില്ല, ഒന്നും കൂടെ കൊണ്ടോ കേട്ടാ. സ്ത്രീകളെല്ലാവരും വാങ്ങിക്കാൻ. ഈ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ പ്രയാസമുള്ളവരുണ്ടാവും. സദസ്സിലൊന്ന് എല്ലാവരുടെ ഇടയിലേക്കൊന്ന് പോ. എല്ലാവരുടെ ഇടയിലേക്ക് കമ്മിറ്റിക്ക് ഒരു ഉഷാറുള്ള ചെറുപ്പക്കാർ ആരെങ്കിലും ഒരാൾ ഇവിടെ പബ്ലിക് എല്ലാവരുടെ അടുത്തും കൊടുത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ. ബഹുമാനമുള്ള സഹോദരന്മാരെ, മോനെ ആ സുഫിയാനെ കൂടെ എൻ്റെ കൂടെ വന്നു. നീ മോൻ വണ്ടി ഏതെങ്കിലും ഭാഗത്ത് ഒതുക്കിയെടുക്കും. പോകുമ്പോൾ ചില്ലും മിററൊന്നും ഉണ്ടാവില്ല. വേ മാറ്റും. ചീരണി കൊടുക്കുമ്പോൾ അവിടെ തിരക്കാവും. ആവും നിങ്ങൾക്ക് എന്താവില്ല എന്ന് പറയുന്നതിന് ഗേറ്റിൻ്റെ പുറത്തേടം വെക്കും. മോനെ എന്തെങ്കിലും ആയിപ്പോയേക്കണ്ട. ഞാൻ വണ്ടീനെ കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കുന്ന ഞാൻ. നിങ്ങൾക്ക് എന്താ ആവില്ല എന്ന് പറയുന്നതിന് ആ സൈഡിൽ ഈ സൈഡിൽ അടുപ്പിച്ച് വെച്ചു, നല്ലോണം അടുപ്പിച്ച് വെച്ചു. കാരണം ദ്വാരക്കുമ്പോൾ എൻ്റെ മനസ്സ് മൊത്തം വണ്ടിൻ്റെ അടുത്താവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉറൂസിൻ്റെ ചെയർമാൻ കൺവീനറിൽ വാങ്ങിച്ചത് എല്ലാവരും വാങ്ങിച്ച. ബാക്കി എല്ലാവരും വാങ്ങിച്ച. ഇത് ഉള്ള ആൾക്കാരെക്കാളും ഏറെ കുപ്പി കൊണ്ടുവച്ചിനെങ്കിൽ എന്താക്കിയാൽ ഒരാൾക്ക് 2 കൊടുക്കാണ്ടി കഴിയും. ആകെ 1500 ഉള്ളു, 2000 കുപ്പിയും ഉണ്ട്. എല്ലാവരുടെ അടുക്കും കൊടുക്കും, എല്ലാവരുടെ അടുക്കും കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇതായിരുന്നു ഇവിടെ ദ്വാരക്കാല. പൈസ ഓ അപ്പോൾ ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ വേണ്ടി പോവുകയാണ്. സമയം ഒരുപാട് ദീർഘിച്ചിട്ടുണ്ട്. ദുആഇൻ്റെ കബൂലിയത്തിന് വേണ്ടി മാത്രം ചുരുങ്ങിയ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇഖ്ലാസോട് കൂടിയിട്ട് ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലുക. എല്ലാവരും ഇഖ്ലാസോട് കൂടി ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യു യാ ഖയ്യൂം, യാ 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 ഹയ്യു യാ ഖയ്യൂം.